നമസ്കാരം, ഞാൻ രഞ്ജിലാൽ. നമ്മൾ എടുക്കാൻ പോകുന്നത് 10ാം ക്ലാസ്സിലെ 4ാമത്തെ ചാപ്റ്റർ പ്രൊഡക്ഷൻ ഓഫ് മെറ്റൽസ്. ഇതിൽ നമ്മൾ കഴിഞ്ഞ 1-2 വീഡിയോസ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. കോൺസെൻട്രേഷൻ ഓഫ് ഓർ, പിന്നെ നമ്മൾ എക്സ്ട്രാക്ഷൻ ഓഫ് മെറ്റൽസ് ഫ്രം ദ കോൺസെൻട്രേഷൻ ഓഫ് ഓർസ്. അതൊരു സ്റ്റേജ് ആയിരുന്നു. അതിന്റെ 3ാമത്തെ സ്റ്റേജ് ആണെന്ത് റിഫൈനിങ് ഓഫ് മെറ്റൽസ്. ഇത് ഈ വീഡിയോ സീരീസിന്റെ 3ാമത്തെ ഭാഗമാണ്. ഓക്കെ, അപ്പൊ നമ്മൾ എടുക്കാൻ പോകുന്നത് റിഫൈനിങ് ഓഫ് മെറ്റൽസിനെ കുറിച്ചാണ്. ലോഹം ശുദ്ധീകരണത്തിന്റെ കേസാണ് നമ്മൾ പറയുന്നത്. അതായത് റിഫൈൻ ചെയ്ത ലോഹം ശുദ്ധീകരിക്കുക, അതാണ് പ്രോസസ് പറയുന്നത്. The metals obtained by reductions may contain other metals, metal oxides and small quantities of non-metals as impurities. നമ്മൾ നേരത്തെ ചെയ്തിരിക്കുന്ന കോൺസെൻട്രേറ്റഡ് ഓറിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്തു, എക്സ്ട്രാക്ഷൻ ഓഫ് മെറ്റൽസ് കോൺസെൻട്രേറ്റഡ് ഓറിൽ അതിനെടുത്ത് വരും അല്ലെ. അങ്ങനെ കിട്ടിയിരിക്കുന്ന ആ ഓറ്, ആ തന്നിരിക്കുന്ന ഓറില് എന്തുണ്ടാകാം? ചിലപ്പോൾ നമ്മൾ വിചാരിക്കുന്ന ഈ മെറ്റൽ മാത്രമായിരിക്കില്ല ഉണ്ടാകുക. തന്നിരിക്കുന്നതിൽ ആദ്യത്തെ കേസിൽ കോൺസെൻട്രേഷൻ ഓഫ് ഓറിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ചളി ഇതൊക്കെയുള്ള സാധനങ്ങൾ സബ്സ്റ്റൻസുകളൊക്കെ ഒഴിവാക്കാൻ കോൺസെൻട്രേറ്റഡ് ഓറിൽ നമ്മൾ ഉപയോഗിക്കുന്നത് ആ സബ്സ്റ്റൻസ്, അതാണ് ചെയ്യുന്നത്. രണ്ടാമത്തെ എക്സ്ട്രാക്ഷൻ ഓഫ് മെറ്റൽസ് എന്ന് പറഞ്ഞാൽ മെറ്റൽസും അതിന്റെ സൈഡിലെ സബ്സ്റ്റൻസുകളൊക്കെ ഉണ്ടാവും. അതായത് മെറ്റൽ ഓക്സൈഡ്സ് ഉണ്ടാകാം. അതുകൂടാതെ ഈ മെറ്റൽ മാത്രമായിരിക്കില്ല, നമ്മൾ വിചാരിക്കുന്ന മെറ്റൽ മാത്രമായിരിക്കില്ല ഉണ്ടാകുക. ഒരുപാട് വേറെ മെറ്റൽസ് ഉണ്ട്. അപ്പം അയൺ ആണ് നമുക്ക് വേണ്ടതെങ്കിൽ അതിന്റെ കൂടെ ചിലപ്പോൾ കോപ്പറും അതുകൂടെ ചിലപ്പം ഗോൾഡോ ഇതൊക്കെ ഉണ്ടാകാം. ഗോൾഡോ അങ്ങനെ എന്തും ഉണ്ടാകാം. അപ്പൊ നമുക്ക് വേണ്ടത് അയൺ ആണ് ചോദിച്ചത്. നമുക്ക് ഗോൾഡ് ഇതിനെക്കാട്ടി വില കൂടുതലാണ്. പക്ഷെ നമുക്ക് വേണ്ടത് അയൺ ആണെങ്കിൽ ആ അയൺ മാത്രം വേറെ തിരിച്ചെടുക്കണ്ടേ അല്ലേ? അപ്പൊ അതിന് നമുക്ക് ആ ടെക്നിക്സ് ആണ് നമുക്ക് റിഫൈനിങ് ഓഫ് മെറ്റൽസ് പറയുന്നത്. അപ്പൊ അതിൽ എന്തുണ്ടാവും? മെറ്റൽസ് ഉണ്ടാകാം, മെറ്റൽ ഓക്സൈഡ്സ് ഉണ്ടാകാം. നമ്മുടെ എക്സ്ട്രാക്ഷൻ ഓഫ് മെറ്റൽസ് എടുത്തില്ലേ, അതിൽ എന്തുണ്ടാവും? മെറ്റൽസ് ഉണ്ടാകാം, മെറ്റൽ ഓക്സൈഡ്സ് ഉണ്ടാകും, സ്മോൾ ക്വാണ്ടിറ്റീസ് ഓഫ് നോൺ മെറ്റൽസ് ഉണ്ട്. നോൺ മെറ്റൽസ് നമ്മൾ നേരത്തെ കേസിൽ തന്നെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാവും? ഈ കഴിയുന്നത്ര എന്തെങ്കിലും എക്സ്ട്രാക്ഷൻ ഓഫ് മെറ്റൽസിൽ നിന്ന് തന്നെ നോൺ മെറ്റൽസിന്റെ ഒഴിവാക്കിയിട്ടുള്ള കഴിയുന്നത്ര മെറ്റൽസിനെയോ ആയിരിക്കും നമ്മൾ എടുത്തിട്ടുണ്ടാകുക. എക്സ്ട്രാക്ഷൻ ഓഫ് മെറ്റൽസ് തന്നെ നമ്മൾ ക്ലിയർ ചെയ്ത് പോയിട്ടുണ്ടാവും. എന്നാലും ഒരു ചെറിയ ക്വാണ്ടിറ്റി നോൺ മെറ്റൽസ് അതിൽ മെറ്റൽസും ഇമ്പ്യൂരിറ്റീസ് ആയിട്ട് കാണാം. ഓക്കെ, അപ്പൊ നമ്മൾ നേരത്തെ ചെയ്തിരിക്കുന്ന കോൺസെൻട്രേറ്റഡ് ഓറിൽ എന്ത് ചെയ്യും? നമ്മൾ ആ ചളിയും കാര്യങ്ങളൊക്കെ കഴുകി കളഞ്ഞു. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ എക്സ്ട്രാക്ഷൻ ഓഫ് മെറ്റൽസ് ചെയ്യുമ്പോൾ മെറ്റൽസിനെ മാത്രം, മെറ്റൽസ് അതിന്റെ പ്രൊഡക്റ്റ് ഐറ്റംസ് മെറ്റൽ ഓക്സൈഡ്സിന്റെ ഒക്കെ ഉണ്ടാവും, അതിന് മാത്രമായിട്ട് നമ്മൾ എന്ത് ചെയ്യും? അതിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്തെടുത്തു. ഇനി നമ്മൾ റിഫൈനിങ് ഓഫ് മെറ്റൽ എന്ന് പറഞ്ഞാൽ മെറ്റൽസിനെ ശുദ്ധീകരിച്ചെടുക്കുക, അതിന് മാത്രമായിട്ട് എടുക്കാനുള്ള പ്രോസസ്സാണ് എടുക്കാൻ പോകും ചെയ്യുന്നത്, മെറ്റൽസിന് മാത്രം. അപ്പൊ നമ്മൾ ആ തന്നിരിക്കുന്ന എക്സ്ട്രാക്ഷൻ മെറ്റൽസിന്റെ അതിൽ നിന്ന് മെറ്റൽസ് ഉണ്ടാകാം, മെറ്റൽ ഓക്സൈഡ്സ് ഉണ്ടാവും, സ്മോൾ ക്വാണ്ടിറ്റീസ് ഓഫ് എന്തുണ്ടാവും? നോൺ മെറ്റൽസ് ഇതൊക്കെ ഉണ്ടാകാം. കുറഞ്ഞ രീതിയിൽ നോൺ മെറ്റൽസ് ഒക്കെ ഉണ്ടാകും. അപ്പൊ അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യാണ്? ആ മെറ്റൽസിനെ മാത്രം, ഏത് മെറ്റലാണോ അത്, മെറ്റൽസിനെ പലതും ഉണ്ടാവും. നമ്മളിപ്പം ആ തന്നിരിക്കുന്നതിൽ ഗോൾഡാണ് നമുക്ക് വേണമെങ്കിൽ, ബാക്കിയുള്ള ഇതുണ്ടാവും, കോപ്പർ ഉണ്ടാവും, സിൽവർ ഉണ്ടാവും, എല്ലാം ഉണ്ടാവും. നമ്മൾ ആ കോപ്പറിന് അല്ല ഗോൾഡിനെ മാത്രമായിട്ട് നമുക്ക് എടുക്കണ്ടേ, നമുക്ക് ആവശ്യമുള്ളതിന് മാത്രമായിട്ട് എടുക്കാൻ പറ്റും ചെയ്യണ്ടേ. അതിന് വേണ്ടിയിട്ടാണ് എന്ത് റിഫൈനിങ് ഓഫ് മെറ്റൽസ് എന്ന പ്രോസസ്സ് ഉപയോഗിക്കുന്നത്. റിഫൈനിങ് ഓഫ് മെറ്റൽസ് ഈസ് ദ പ്രോസസ് ഓഫ് റിമൂവൽ ഓഫ് ദീസ് ഇമ്പ്യൂരിറ്റീസ് ടു ഗെറ്റ് ദ പ്യുവർ മെറ്റൽ. എന്നിട്ട് അതിൽ നിന്ന് പ്യുവർ മെറ്റൽസ് നമ്മൾ ശേഖരിക്കുന്ന പ്രോസസ്സാണ് റിഫൈനിങ് ഓഫ് മെറ്റൽസ്. അഥവാ ലോഹ ശുദ്ധീകരണം എന്നാണ് റിഫൈനിങ് ഓഫ് മെറ്റൽസ് എന്ന് പറയുന്നത്. Depending upon the nature of metals and the impurities present in them, different metals are used for the refining of metals. ഓക്കെ, നമ്മൾ റിഫൈനിങ് ഓഫ് മെറ്റൽസിന്റെ ഡിപ്പെൻഡിങ് അപ്പോൺ നാച്ചർ, മെറ്റൽസിന്റെ നേച്ചർ അനുസരിച്ച് ഓരോ മെറ്റൽസിനും ഓരോ സ്വഭാവം ഉണ്ടാകാം. ചിലതിന് കൂടുതൽ ഇലക്ട്രിസിറ്റി കൂടുതലായിട്ട് കണ്ടക്ട് ചെയ്യുന്നുണ്ടാവും, ചിലത് എന്താ ഹൈ ഹീറ്റ് മെൽറ്റിംഗ് പോയിന്റ് ആയിരിക്കും, ചിലത് ഹൈ ബോയിലിംഗ് പോയിന്റ് ആയിരിക്കും, അങ്ങനെ പലതും ഉണ്ടാവും. ആ നേച്ചറിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ഈ സബ്സ്റ്റൻസുകളെ റിഫൈൻ ചെയ്ത് ആ മെറ്റൽസിന്റെ റിഫൈൻ ചെയ്യാൻ പല മെത്തേഡുകൾ ഉപയോഗിക്കുന്നു. ആദ്യത്തെ മെത്തേഡാണ് ലിക്വിയേഷൻ. എന്താണ് ലിക്വിയേഷൻസ് എന്ന് പറയുന്നത്? നമുക്ക് നോക്കാം എന്താണ് ഇതിൽ പറയുന്നത്. ലോ മെൽറ്റിംഗ് മെറ്റൽസ് ലൈക്ക് ടിൻ, lead may contain high melting metals.
അതായത് ലോ മെൽറ്റിംഗ് മെറ്റൽസ് ലൈക്ക് ടിന്ന്, മെൽറ്റിംഗ് പോയിന്റ് വളരെ കുറഞ്ഞ മെറ്റൽസ് ആയിട്ടുള്ള ടിന്ന് ലൈക്ക് ടിന്ന്, ലെഡ് മേ കണ്ടെയ്ൻസ് ഹൈ മെൽറ്റിംഗ് മെറ്റൽസ്. അതിലെന്തുണ്ടാവും? ഹൈ മെൽറ്റ്, നമ്മൾ കണ്ടിരിക്കുന്ന ഇതുണ്ടാവുമല്ലോ, നമ്മൾ എക്സ്ട്രാക്ട് ചെയ്ത ആ മെറ്റൽ, എക്സ്ട്രാക്ട് ചെയ്തിരിക്കുന്ന മെറ്റൽ കണ്ടന്റിൽ എന്തുണ്ടാവും? ലോ മെൽറ്റിംഗ് പോയിന്റ് ആയിട്ടുള്ള ടിന്ന്, ലെഡ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും അല്ലെ. അതുപോലെ ഹൈ മെൽറ്റിംഗ് മെറ്റൽസ് ഉണ്ടാവും, അവർ മെറ്റൽ ഓക്സൈഡ്സ് ഉണ്ടാവും, ഹൈ മെൽറ്റിംഗ് മെറ്റൽ ഓക്സൈഡ്സ് ഉണ്ടാവും, ഇമ്പ്യൂരിറ്റീസ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അങ്ങനത്തെ ഒക്കെ ഉണ്ടാവും അല്ലെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? അതെല്ലാം ഉണ്ടാവും. അപ്പൊ നമ്മൾ അതില് ലോ മെൽറ്റിംഗ് സബ്സ്റ്റൻസുകൾ ലൈക്ക് ടിന്ന്, ലെഡ് അങ്ങനത്തെ സബ്സ്റ്റൻസുകൾ നമുക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അത് ഉരുകി ഒലിക്കുകയല്ലോ, അത് ചൂടാക്കി ഒരു ചെറിയ ചൂടിലൊന്നും എന്ത് ചെയ്യില്ല, ടിന്ന്, ലെഡ് ഒന്നും എന്ത് ചെയ്യില്ല, ഹീറ്റ് കൊടുത്താലും എന്ത് ചെയ്യില്ല, ഉരുകി ഒലിക്കത്തില്ല. അപ്പൊ അതിന് കൂടുതൽ ഹീറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ആ ടിന്ന്, ലെഡ് കാര്യങ്ങൾ സബ്സ്റ്റൻസുകൾ ഉരുകി ഒലിക്കുള്ളൂ. അപ്പൊ അതിനെ അങ്ങനത്തെ മെറ്റൽസുകളെ വേർതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ലീക്കേഷൻസ് എന്നുള്ള പ്രോസസ്സ് ഉപയോഗിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഇതേപോലൊരു സെറ്റപ്പ് ഉണ്ടാക്കണം. അതായത് ഇതുപോലെ ഒരു എന്താണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത് എന്താണ്, സർഫസ് ഫർണസ് ആണ്. ഇതേപോലൊരു ഫർണസ് കണ്ടന്റ് ഉപയോഗിക്കാം. അപ്പൊ ഇതിലേക്ക് എന്താണ് ഇമ്പ്യൂർഡ് മെറ്റൽസ് ഉപയോഗിച്ചത്. ഇമ്പ്യൂർഡ് മെറ്റൽ എന്ന് പറയുന്നത് നമ്മൾ എക്സ്ട്രാക്ട് ചെയ്തിരിക്കുന്ന മെറ്റൽസ് ആണ്. അതിൽ മെറ്റൽ ഓക്സൈഡ്സും മെറ്റൽസും അതുപോലെ എന്തുണ്ടാകും, സ്മോൾ ക്വാണ്ടിറ്റീസ് ഓഫ് നോൺ മെറ്റൽസും ഉണ്ടാകാം. ആ സബ്സ്റ്റൻസുകൾ ഇതിലേക്ക് ഒഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ അതെന്ത് ചെയ്യും? ഇതിലൂടെ നല്ല രീതിയിൽ ചൂടായി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? നമുക്ക് ഹീറ്റ് ചെയ്യുന്ന സബ്സ്റ്റൻസുകൾ എന്ത് ചെയ്യും? ഫർണസിലൂടെ ഹീറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇവിടെ എന്ത് ചെയ്യും? ഇതില് നമുക്ക് മെൽറ്റ് ചെയ്യാത്ത സബ്സ്റ്റൻസുകൾ, ഉരുകി ഒലിക്കാത്ത സബ്സ്റ്റൻസുകൾ താഴെ കിടക്കുകയും ഉരുകി ഒലിക്കുന്ന എന്ത് ചെയ്യും? കുറച്ചൊന്ന് മുകളിലേക്ക് ഇങ്ങനെ ഒഴുകി നിൽക്കുന്നത്, ഒഴുകിയിട്ട് നിൽക്കും അല്ലെ. അപ്പൊ ഒരു വെള്ളത്തിൽ ഒരു കല്ലിട്ടിട്ടുണ്ടെങ്കിൽ കല്ല് ഭാഗം താഴോട്ടും മുകൾ ഭാഗത്ത് വെള്ളത്തിന്റെ ലിക്വിഡ് കണ്ടന്റ് ഉണ്ടാവില്ലേ. അപ്പൊ നമുക്ക് അതിൽ നിന്ന് ഉരുകി ഒലിച്ചിരിക്കുന്ന സബ്സ്റ്റൻസുകൾ നമുക്ക് എന്ത് ചെയ്യാം? വേർതിരിച്ചിട്ട് അതിൽ നിന്ന് എന്ത് ചെയ്യാം? നമുക്ക് എന്ത് ചെയ്യാം? ഇതിൽ നിന്ന് സബ്സ്റ്റൻസുകളെ ഈ എന്താണ് ഉരുകി ഒലിക്കാത്ത ടിന്ന്, ലെഡ് പോലുള്ള സബ്സ്റ്റൻസുകളെ, മെൽറ്റിംഗ് പോയിന്റ് കുറവായിട്ടുള്ള സബ്സ്റ്റൻസുകൾ നമുക്ക് എന്ത് ചെയ്യാം? വേർതിരിച്ചെടുക്കാം. ഈ ടെക്നിക്സ് ആണ് ഉപയോഗിക്കുന്നത് ലീക്കേഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ദിസ് പ്രോസസ് ഇസ് ലീക്കേഷൻ. ഇതിനെയാണ് നമ്മൾ ലീക്കേഷൻസ് പറയുന്നത്. അപ്പൊ ഇതിൽ പറയുന്ന മതി എന്താണ് അവിടെ ലീക്കേഷൻ ഏതാ ഉപയോഗിക്കുക? ലോ മെൽറ്റിംഗ് മെറ്റൽസ് ലൈക്ക് ടിന്ന്, ലെഡ് ഇതിനൊക്കെ സബ്സ്റ്റൻസുകളെ വേർതിരിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ ലീക്കേഷൻസ് പ്രോസസ് ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇനി അടുത്ത ടോപ്പിക്കിലേക്ക്, അടുത്ത ഇതിലേക്ക് പോവാണ്. അടുത്ത സ്റ്റേജ്, അടുത്ത റിഫൈനിങ് ഓഫ് മെറ്റൽസിന്റെ പ്രോസസ് ആണത് ഡിസ്റ്റിലേഷൻ. എന്തിനാണ്, ഏത് സാഹചര്യത്തിലാണ് ഉപയോഗിക്കുന്നതെന്നാണ് ഇതിൽ ക്വസ്റ്റ്യൻസ് എപ്പോഴും ചോദിക്കുക കേട്ടോ. ഏത് സാഹചര്യത്തിലാണ് ഓരോന്നും ഉപയോഗിക്കുന്നത്, അതാണ് നമ്മൾ കൂടുതലായിട്ടും ചോദിക്കുക. ഇവിടെ ഡിസ്റ്റിലേഷൻ. ദിസ് മെത്തേഡ് ഇസ് യൂസ്ഡ് ഫോർ ദ റിഫൈനിങ് ഓഫ് മെറ്റൽസ് വിത്ത് ലോ ബോയിലിംഗ് പോയിന്റ്. കേട്ടോ, ഇവിടെ ലോ ബോയിലിംഗ് പോയിന്റ്, നമ്മൾ അവിടെ ലോ മെൽറ്റിംഗ് പോയിന്റ് ആയിരുന്നു നമ്മൾ പറഞ്ഞത്. നമ്മുടെ ലോ ബോയിലിംഗ് പോയിന്റ്, അതായത് മെൽറ്റിംഗ് പോയിന്റ് ഉരുകി ഒലിക്കുക, ബോയിലിംഗ് പോയിന്റ് എന്ന് പറഞ്ഞാൽ വേപ്പറായിട്ട് മാറുക. അപ്പോൾ ലോ ബോയിലിംഗ് പോയിന്റ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് വേപ്പറായി പോകും. ഓക്കെ, ലോ ബോയിലിംഗ് പോയിന്റ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് വേപ്പറായി പോകുന്ന സബ്സ്റ്റൻസുകളായിരിക്കും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? വേപ്പറായ സബ്സ്റ്റൻസുകൾ, നമുക്ക് അങ്ങനത്തെ സബ്സ്റ്റൻസുകൾ എന്ത് ചെയ്യാം ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. പോയിന്റ്സ് സച്ച് ആസ് സിങ്ക്, കാഡ്മിയം ആൻഡ് മെർക്കുറി. ഇതൊക്കെ മെർക്കുറി അല്ലേ തന്നെ ലിക്വിഡ് കണ്ടന്റ് ആണ് ഉണ്ടാവുക. നമുക്ക് അത് ചൂടാക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് എന്ത് ചെയ്യും? നമ്മൾ ബോയിൽ എന്ത് ചെയ്യും? അത് വേപ്പറായി കണ്ടന്റ് ആയിട്ട് മാറും. ഈ സിങ്ക്, കാഡ്മിയം ആൻഡ് മെർക്കുറി ഇതുപോലുള്ള സബ്സ്റ്റൻസുകൾ എന്ത് ചെയ്യും? പെട്ടെന്ന് പെട്ടെന്ന് എന്ത് ചെയ്യും? ബോയിൽ ചെയ്തിട്ട് വേപ്പറായിട്ട് മാറും. വിത്ത് ദ ഇമ്പ്യൂർ മെറ്റൽസ് ഈസ് ഹീറ്റഡ് ഇൻ എ റിട്ടോർട്ട്. അത് നമ്മളൊരു പാത്രത്തിലെടുത്തിട്ട്, നമുക്കൊരു പ്രത്യേക രീതിയിലുള്ള പാത്രത്തിലെടുത്തിട്ട് എന്ത് ചെയ്യണം? നമ്മളിത് ഹീറ്റ് ചെയ്യുമ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന സബ്സ്റ്റൻസുകളൊക്കെ എന്ത് ചെയ്യും? ഈ പറഞ്ഞിരിക്കുന്ന സിങ്ക്, കാഡ്മിയം, മെർക്കുറി പോലത്തുള്ള ബോയിലിംഗ് പോയിന്റ് കുറഞ്ഞ സബ്സ്റ്റൻസുകൾ എന്തായിട്ട് മാറും? വേപ്പറായിട്ട് മാറും. വേപ്പറായിട്ട് മാറിക്കഴിഞ്ഞ് ബാക്കിയുള്ളത് എന്ത് ചെയ്യും? അവിടെ ഉരുകി ഒലിക്കുകയോ അല്ലെങ്കിൽ ലിക്വിഡ് ആയിട്ടോ അല്ലെങ്കിൽ സോളിഡ് ആയിട്ടോ അവിടെ തന്നെ താഴെ കിടക്കും. ബാക്കിയുള്ള നമുക്ക് വേണ്ടത് എന്തായിട്ട് മാറും? വേപ്പറായിട്ട് മാറിയിട്ടുണ്ട്. ഈ വേപ്പറായിട്ട് മാറിയിരിക്കുന്ന സബ്സ്റ്റൻസുകളെ ഒരു കുഴലിലൂടെയോ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ഒരു പ്രത്യേക സ്ഥലത്തിലൂടെ നമുക്ക് എന്ത് ചെയ്യാം? The pure metals alone vaporize. ഈ തന്നിരിക്കുന്നതിനെ എന്ത് ചെയ്യാം? നമുക്ക് കണ്ടൻസ് ചെയ്യാം, തണുപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? പ്യൂർ മെറ്റൽസ് കിട്ടും. ഓക്കെ,
അതായത് നമ്മൾ ഈ തന്നിരിക്കുന്ന ഈ കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള ഓറ് എന്തായിരിക്കണം, ലോ ബോയിലിംഗ് പോയിന്റിലുള്ള സബ്സ്റ്റൻസുകളെയാണ് നമുക്ക് വേർതിരിക്കണമെങ്കിൽ, അതായത് സിങ്ക്, കാഡ്മിയം, മെർക്കുറി പോലത്തെ സബ്സ്റ്റൻസുകളെയാണ് നമുക്ക് വേർതിരിക്കണമെങ്കിൽ അത് നമുക്ക് എന്ത് ചെയ്യും, ഈ കോൺസെൻട്രേറ്റഡ് ഓറിനെ ഒരു പ്രത്യേക പാത്രത്തിൽ എടുത്തിട്ട് എന്താണ് ഹീറ്റ് ചെയ്യുമ്പോൾ അതിന് അതിന്റെ പ്രത്യേകത എന്താണ്, നമുക്ക് ആ പാത്രത്തിന് പ്രത്യേകത എന്താണ്, പുറത്തേക്ക് നമുക്ക് എന്ത് ഈ വേപ്പർ പുറത്തേക്ക് പോകാൻ പാടില്ല. കാരണം വേപ്പർ നമുക്ക് ആവശ്യമുള്ളതാണ്, നമ്മൾ ആവശ്യമുള്ള സബ്സ്റ്റൻസുകൾ മെറ്റൽ ഇതിലുള്ളത്. അപ്പൊ അതുകൊണ്ട് പുറത്തേക്ക് അത് പോകാൻ പാടില്ല. അതൊരു പ്രത്യേക രീതിയിൽ കളക്ട് ചെയ്തിട്ട് അത് നമ്മൾ തണുപ്പിച്ചിട്ട് എടുത്തു കഴിഞ്ഞാൽ അതിലെന്തുണ്ടാവും, ഈ പറഞ്ഞിരിക്കുന്ന സബ്സ്റ്റൻസുകളെ നമുക്ക് വേർതിരിക്കാം. അതാണ് ഡിസ്റ്റിലേഷൻ എന്ന പ്രോസസ്, ഡിസ്റ്റിലേഷൻ. ഓക്കെ, അതിൽ ശ്രദ്ധിക്കേണ്ടത് ലോ ബോയിലിംഗ് പോയിന്റുള്ള സബ്സ്റ്റൻസുകളെയാണ് നമ്മൾ എടുക്കുന്നത്. അതായത് വേപ്പറായിട്ട് പെട്ടെന്ന് വേപ്പറായിട്ട് പോകാൻ പറ്റുന്ന സബ്സ്റ്റൻസുകളായിരിക്കണം. എന്നാൽ നമ്മുടെ ലിക്വേഷൻസിന്റെ കേസിൽ എന്താണ്, ലോ മെൽറ്റിംഗ് പോയിന്റ് ആണ്, പെട്ടെന്ന് ഉരുകി വലിക്കുന്ന സബ്സ്റ്റൻസുകളായിരിക്കും. ഓക്കെ, അങ്ങനെയാണ് പറയുന്നത്. അതായത് പെട്ടെന്ന് ഉരുകി വലിക്കുന്ന സബ്സ്റ്റൻസുകളായിരിക്കും, ഉരുകി വലിക്കാത്ത സബ്സ്റ്റൻസുകളായിരിക്കും. ഓക്കെ, അതായത് പെട്ടെന്ന് ഒരിക്കും. ഓക്കെ, അങ്ങനെ സബ്സ്റ്റൻസുകളായിരിക്കും നമ്മളവിടെ ഉപയോഗിക്കുന്നത്. ഈ ഇലക്ട്രോലൈറ്റിക് റിഫൈനിങ് എന്താണ് അടുത്തത്, ഇലക്ട്രോലൈറ്റിക് റിഫൈനിങ്. നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചു, ഇലക്ട്രോലൈസിസിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് പഠിച്ചു കഴിഞ്ഞവർക്ക് ഇത് ഏറ്റവും സിമ്പിൾ ആയിരിക്കും. അപ്പൊ അതൊന്ന് ഓർത്ത് ക്ലിയർ ആക്കി ഒന്ന് ആ ടോപ്പിക് ഒന്ന് ശ്രദ്ധിച്ചു നോക്കുക. അപ്പൊ നമുക്കിവിടെ പോസിറ്റീവ് ഇതിന്റെ ടെർമിനൽ, നെഗറ്റീവ് ടെർമിനൽ ഉണ്ട്. പോസിറ്റീവ് പറഞ്ഞാൽ ആനോഡ് എന്ന് പറയും, നെഗറ്റീവ് ടെർമിനൽ കാഥോഡ് എന്ന് പറയും. ഇതൊക്കെ കഴിഞ്ഞ ചാപ്റ്റർ പഠിച്ചതാണ്, ഒന്നുകൂടി ഞാനത് ഓർമ്മിപ്പിക്കുകയാണ്. ഇനി ആനോഡിൽ എന്താണ്, പോസിറ്റീവ് ചാർജ് ഉണ്ടാവുകയും, ആനോഡ് എന്ന് പറയുന്നത് പോസിറ്റീവ് ടെർമിനലാണ്, പോസിറ്റീവ് ചാർജ് ഉണ്ടാവുകയും, കാഥോഡില് എന്താണ് നെഗറ്റീവ് ചാർജ് കണ്ടന്റുകളാണ് ഉണ്ടാകുക. ഓക്കെ, അപ്പൊ നമ്മള് ഇതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു ഇതിനെ കണക്ട് ചെയ്യുന്ന ഒരു ലിക്വിഡ് സൊല്യൂഷനെ പറയുന്നതാണ് ഇലക്ട്രോലൈറ്റ് എന്ന് പറയുന്നത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്, കഴിഞ്ഞ ചാപ്റ്ററിലൊക്കെ പറഞ്ഞതാണ്. അപ്പൊ ഇതിന് ഇങ്ങനത്തെ സബ്സ്റ്റൻസുകൾ എന്താണ്, റിഫൈനിങ് മെറ്റൽസ് ബൈ ഇലക്ട്രോലൈറ്റ് സൊല്യൂഷൻസ്, സാൾട്ട്. അപ്പൊ ഇങ്ങനത്തെ കോപ്പർ പോലുള്ള കോപ്പർ അതിന്റെ സാൾട്ട് സൊല്യൂഷൻസ്, സാൾട്ട് കണ്ടന്റ് ആയിട്ട് അടങ്ങുന്ന സബ്സ്റ്റൻസുകൾ ആണ് നമ്മൾ കൂടുതൽ ഉപയോഗിക്കുക. ഇപ്പൊ കോപ്പറിന്റെ കോപ്പർ സൾഫേറ്റ് അതെന്താണ്, ടൂരിഷ് എന്ന് പറയും. ഓക്കെ, അത് അതിന്റെ സാൾട്ടാണ്. സാൾട്ട് എന്ന് പറയുന്ന ഒരു നമ്മുടെ സാധാരണ കറിയിൽ മാത്രമല്ല, ഒരുപാട് സാൾട്ടുകൾ ഉണ്ട് കേട്ടോ. അപ്പൊ അതിൽ പെടുന്ന ഒന്നാണ് കോപ്പർ സൾഫേറ്റ്. അപ്പൊ ഇങ്ങനത്തെ ഒരു എക്സാമ്പിൾ പറയാം, നമ്മൾ കോപ്പർ ഇതിൽ ഒരു കോപ്പറാണ് നമുക്ക് വേർതിരിച്ചെടുക്കേണ്ടത്. അപ്പൊ അതിലെന്തുണ്ടാവും, കോൺസെൻട്രേറ്റ് എക്സ്ട്രാക്ട് ചെയ്തിരിക്കുന്ന മെറ്റൽസ് ഉണ്ടാവും. അതിൽ മെറ്റൽ ഓക്സൈഡ്സ് ഉണ്ടാകാം, മെറ്റൽസ് ഉണ്ടാകാം, അതർ മെറ്റൽസ് ഉണ്ടാകാം, നോൺ മെറ്റൽസ് ഇമ്പ്യൂരിറ്റീസ് ആയിട്ടുള്ള കുറച്ച് ഉണ്ടാകാം, ഒക്കെ ഉണ്ടാവും. ഇതിനെന്ത് ചെയ്യാണ്, നമ്മള് ആനോഡില് വെക്കുന്നു. ആനോഡ് എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ഇതിൽ വെക്കുന്നു. എന്നിട്ട് ഇതിൽ ഇലക്ട്രോലൈറ്റിക് ആയിട്ട് സൊല്യൂഷൻ ആയിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് എന്താണ്, കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ ആണ് വിത്ത് H2SO4. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇമ്പ്യൂർ കോപ്പർ അല്ലെ, കോപ്പർ. അവിടെ ഉപയോഗിച്ചിരിക്കുന്ന കോപ്പർ സൾഫേറ്റ് കണ്ടോ. കോപ്പർ സൾഫേറ്റ് കോപ്പറിന്റെ സാൾട്ട് കണ്ടന്റ് ആയിരിക്കണം. അതായത് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ആനോഡിൽ ഉപയോഗിക്കുന്ന ആ സബ്സ്റ്റൻസുകളെ ഏതാണോ ഇംപ്യൂർ മെറ്റൽസ് അതിന്റെ എന്തായിരിക്കണം, അതിന്റെ സാൾട്ട് സൊല്യൂഷൻ ആയിരിക്കണം എന്തിന് ഉപയോഗിക്കേണ്ടത്, സാൾട്ട് സൊല്യൂഷൻ ആയിരിക്കണം ഒന്നെങ്കിലും വേണം. ഇപ്പൊ കോപ്പർ സൾഫേറ്റും സൾഫ്യൂരിക് ആസിഡ് ഉപയോഗിച്ചിട്ടുണ്ട്. അതിൽ കോപ്പർ സൾഫേറ്റ് നമുക്ക് എന്താണ്, നമ്മുടെ ഈ കോപ്പറിന്റെ ഒരു സാൾട്ട് സൊല്യൂഷൻ അല്ലേ, അപ്പം അല്ലെ. അപ്പൊ അതുകൊണ്ട് ഇവിടെ ഈ തന്നിരിക്കുന്ന ആനോഡിൽ ഉപയോഗിക്കുന്ന ഇംപ്യൂർ മെറ്റൽസിന്റെ അതില് നമുക്ക് വേണ്ടത് എന്താണോ വേണ്ടത് അതിന്റെ ഒരു സാൾട്ട് സൊല്യൂഷൻ ആയിരിക്കണം നമുക്കിവിടെ ഉപയോഗിക്കേണ്ടത്. വേണ്ടതിന്റെ ഒരു സാൾട്ട് സൊല്യൂഷൻ ആയിരിക്കണം നമുക്കിവിടെ ഉപയോഗിക്കേണ്ടത്. ഇനി ചുരുക്കി പറഞ്ഞാൽ ഇവിടെ കാഥോഡിന്റെ കേസിൽ പറഞ്ഞാൽ മതി. കാഥോഡിലായിട്ട് ഉപയോഗിക്കുന്നത് എന്താണ്, പ്യുവർ ആയിട്ടുള്ള ഒരു നേരോ വളരെ നേരിയ ഒരു എന്താണ് കോപ്പർ, ഒരു പേരിന് കോപ്പറിന്റെ ഒരു ചെറിയൊരു സ്ട്രിപ്പ് ഇവിടെ വയ്ക്കും. നമുക്കിവിടെ കോപ്പറാണ് കിട്ടുന്നതെങ്കിൽ കോപ്പറിന്റെ സ്ട്രിപ്പ് ഇവിടെ വയ്ക്കുന്നു. ഓക്കെ, ചെറിയ നേരോ എന്താണ്, ഒരുപാട് കട്ടിയിൽ വേണ്ടെന്ന് പറഞ്ഞാൽ പ്യുവർ ആയിട്ടുള്ള കോപ്പറാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ എന്തുകൊണ്ടാണ് അങ്ങനെ കട്ടിയുള്ള ഒരുപാട് വലുത് വെക്കണമെന്ന് പറയാൻ കാരണം, നമുക്ക് ഓൾറെഡി ഇതിന് കോപ്പറിനെ ഇവിടെ ശേഖരിച്ച് വെക്കേണ്ടതാണ്. അപ്പൊ ഒരുപാട് വലിയ കട്ടിയിൽ വേണ്ട, ഒരു നേരെ കോപ്പർ ഇവിടെ വെക്കുന്നു. ഇവിടെ വെച്ചിരിക്കുന്നത് എന്താണ്, കോപ്പറിന്റെ അതേ കോപ്പറിന്റെ സാൾട്ട് സൊല്യൂഷനാണ് ഉപയോഗിക്കുന്നത്.
ഓക്കെ, അതാണ് ഇപ്പോൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ അങ്ങനെ വെക്കുമ്പോൾ നമ്മൾ ഇത് ഇലക്ട്രോലൈറ്റിക് സൊല്യൂഷനിൽ ഇത് ഇട്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഇവിടെ കണക്ഷൻസ് ഒക്കെ ക്ലോസ് ആവുമല്ലോ, സർക്യൂട്ട് ക്ലോസ് ആയി. സർക്യൂട്ട് ക്ലോസ് ആയി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ എന്തുണ്ടാവും? ഈ ആനോഡിൽ നിന്ന് കോപ്പർ Cu2+ ആയിട്ട് മാറും. ഓക്കെ, കോപ്പർ Cu2+ഉം 2 ഇലക്ട്രോൺ ആയിട്ട് മാറും. നമ്മൾ അടുത്ത സ്ലൈഡിൽ കാണിക്കുന്നുണ്ട്. Cu2+ഉം 2 ഇലക്ട്രോൺ ആയിട്ട് മാറും. അതിൽ 2 ഇലക്ട്രോൺ നമ്മൾ ഇലക്ട്രോലൈറ്റിക് സൊല്യൂഷനിലേക്ക് മാറുകയും ഈ പറഞ്ഞിരിക്കുന്ന എന്ത് ചെയ്യും? ഈ ഇലക്ട്രോലൈറ്റിക് സൊല്യൂഷനിലേക്ക് വരികയും ഇവിടെ കോപ്പറിനെ സെപ്പറേറ്റ് ചെയ്തിട്ട് കോപ്പർ സൾഫേറ്റ് കാര്യങ്ങൾ അതിലൊരു കോപ്പർ കിട്ടും അല്ലെ. അപ്പൊ ആ Cu2+ നേരെ പോയിട്ട് നമ്മുടെ കാഥോഡിൽ വന്ന് വെക്കുകയും ചെയ്യും. കാഥോഡിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ തന്നിരിക്കുന്ന 2 ഇലക്ട്രോൺ ഇവിടേക്ക് വന്നിട്ടുണ്ടാവില്ല. ഇവിടെ സെപ്പറേറ്റ് ചെയ്ത 2 ഇലക്ട്രോൺ ഇതിലൂടെ വന്നിട്ട് ഇവിടെ എന്താവും? Cu2+ഉം 2 ഇലക്ട്രോണും കൂടി ചേർന്നിട്ട് Cu ആയിട്ട് മാറും. ഓക്കെ, അതിന്റെ ഇക്വേഷൻ നമ്മൾ അടുത്ത സ്ലൈഡ് പറയുന്നുണ്ട്. Cu2 ഇവിടെ എന്താണ്? ആനോഡിൽ നടക്കുന്നത് എന്താണ്? കോപ്പർ Cu2+ഉം 2 ഇലക്ട്രോണും ആക്കി മാറ്റും. ബാക്കിയുള്ള ഇമ്പ്യൂരിറ്റീസ് എവിടെ പോകും? താഴെ വീണ് കൊടുക്കാണ്ട് അവിടെ ഇമ്പ്യൂരിറ്റീസ് വീഴുന്നാണല്ലേ. അപ്പൊ ഇവിടെ നിന്നുള്ള Cu2+ ആയിട്ടുള്ള കോപ്പർ നേരെ പോയിട്ട് എന്ത് ചെയ്യും? കാഥോഡിൽ പോയിട്ട് എന്ത് ചെയ്യും? നെഗറ്റീവ് ടെർമിനലായിരുന്ന കാഥോഡിൽ പോയിട്ട് എന്ത് ചെയ്യും? ഇവിടെ ഫിക്സ് ചെയ്യും. അതിന് ഫിക്സ് ചെയ്യുന്ന സമയത്ത് ഇവിടെ വന്നിരിക്കുന്ന നമ്മൾ Cu2+ 2 ഇലക്ട്രോൺ ഉണ്ടായിരുന്നില്ലേ, ആ 2 ഇലക്ട്രോൺ ഇതിലൂടെ താഴെ പോയിട്ട് നമ്മുടെ ഇതിലേക്ക് വരും ചെയ്യും. ഓക്കെ, 2 ഇലക്ട്രോൺ ഇവിടെ ഫിക്സ് ചെയ്യുകയും ചെയ്യും. അപ്പൊ അങ്ങനെ അപ്പൊ അവിടെ എന്തുണ്ടാവും? Cu2+ ഇതിലൂടെ വന്നിട്ടില്ല. Cu2+ഉം മുകളിൽ ഇവിടെ ഒരു എക്സാമ്പിൾ പറഞ്ഞാണ്. ഇതിലൂടെ വന്ന Cu2+ഉം ഇവിടെ വന്നിരിക്കുന്ന 2 ഇലക്ട്രോണും കൂടി ചെയ്തിട്ട് Cu2++ 2 ഇലക്ട്രോൺ എന്തായിട്ട് മാറി? Cu ആയിട്ട് കോപ്പറായിട്ട് എന്ത് ചെയ്യും? നമുക്കിവിടെ ഫിക്സ് ചെയ്യപ്പെടും. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം? ഈ ഇമ്പ്യൂരിറ്റീസ് താഴെ പോവുകയും കോപ്പറിനെ നമുക്കിവിടെ വേർതിരിച്ചെടുക്കുകയും ചെയ്യും. ഓക്കെ, ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്നത് ഏതാണോ നമുക്ക് വേണ്ടത്, ഏതാണോ നമുക്ക് ആവശ്യമുള്ള മെറ്റല്, ആ മെറ്റലിന്റെ എന്തായിരിക്കണം? സാൾട്ട് സൊല്യൂഷൻ ആയിരിക്കണം നമുക്ക് ഉപയോഗിക്കുന്നത്. അപ്പൊ സാൾട്ട് സൊല്യൂഷൻ ഉള്ളത് മാത്രമേ കഴിയുമ്പോൾ എന്ത് ചെയ്യാൻ വേണ്ടി സബ്സ്റ്റൻസുകൾക്ക് ഉപയോഗിക്കാം, ഇലക്ട്രോലൈറ്റ് റിഫൈനിങ്ങിന് ഉപയോഗിക്കുന്നത്. അപ്പോൾ മനസ്സിലായല്ലോ. അപ്പൊ ഇനി അടുത്ത ആ സ്ലൈഡിൽ നമുക്ക് ഇതിന്റെ നമ്മുടെ ഈ ഇലക്ട്രോലൈറ്റിക് സൊല്യൂഷന്റെ കേസിൽ ഉപയോഗിച്ചിരിക്കുന്ന ഇലക്ട്രോലൈറ്റിക് റിഫൈനിങ്ങിൽ ഉപയോഗിച്ചിരിക്കുന്ന ഇതിന്റെ ഒരു ടേബിളും കൂടി ഉപയോഗിച്ചിട്ട് കൺക്ലൂഡ് ചെയ്യാം. അപ്പൊ നമുക്ക് നേരത്തെ ഉപയോഗിച്ചിരിക്കുന്നത് എന്താണ്? ആനോഡിൽ ഇംപ്യൂർ കോപ്പറാണ്, ആ ചിത്രത്തിൽ തന്നെ കാണിക്കുന്നുണ്ട്. ഇനി ഇതാ കാഥോഡിൽ പ്യുർ കോപ്പറാണ്. ഓക്കെ, ഇലക്ട്രോലൈറ്റിക് സൊല്യൂഷൻ ആയിട്ട് ഉപയോഗിക്കുന്നത് കോപ്പർ സൾഫേറ്റും H2SO4 സൊല്യൂഷനാണ്. അപ്പം കോപ്പർ സൾഫേറ്റ് എന്താണ്? ഇവിടുത്തെ ഈ തന്നിരിക്കുന്ന കോപ്പറിന്റെ ഒരു സാൾട്ട് സൊല്യൂഷനാണ്. ഇനി ഇക്വേഷൻ ഓഫ് കെമിക്കൽ റിയാക്ഷൻസ് ടേക്കിംഗ് പ്ലേസ് ഇൻ അറ്റ് ആനോഡ്. ആനോഡിൽ എന്താ സംഭവിക്കുന്നത്? ആനോഡിൽ ഇംപ്യൂർ കോപ്പർ ആണല്ലോ ഉപയോഗിച്ചിരിക്കുന്നത്. ഇംപ്യൂർ കോപ്പറിൽ എന്തൊക്കെ ഉണ്ടാവും? മെറ്റൽ ഓക്സൈഡ്സ് ഉണ്ടാകാം, പിന്നെ നോൺ മെറ്റൽ ഇമ്പ്യൂരിറ്റീസ് ഒക്കെ ഉണ്ടാകും, പിന്നെ മെറ്റൽസിന്റെ കോപ്പർ കണ്ടന്റ് ഉണ്ടാകും. ഈ കോപ്പർ ആയിട്ടുള്ള ഈ Cu നമ്മൾ എന്ത് ചെയ്യും? Cu2+ഉം അതുപോലെ 2 ഇലക്ട്രോണായിട്ട് മാറും. ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഈ Cu2+ ആണ് നമുക്ക് എന്ത് ചെയ്യുന്നത്? ആ പോസിറ്റീവ് ടെർമിനിലൂടെ നേരെ പോയിട്ട് കാഥോഡിൽ പോയിട്ട് പതിക്കുന്നത്. ഈ 2 ഇലക്ട്രോൺ ഉണ്ടാവില്ലേ Cu2+, പിന്നെ അവിടെ 2 ഇലക്ട്രോൺ പറയല്ലോ. ഈ 2 ഇലക്ട്രോൺ നേരെ ഏത് കൂടെ പോകും? ഇതിലൂടെ നേരെ പോയിട്ട് ഇവിടേക്ക് വന്നു ഈ ഇലക്ട്രോലൈറ്റിക് സൊല്യൂഷനിലൂടെ നേരെ വന്ന് ഇവിടെ എത്തും. അങ്ങനെ അവിടെ എത്തുകയും അങ്ങനെ ഇവിടെ ഇക്വേഷൻസ് ഓഫ് കെമിക്കൽ റിയാക്ഷൻസ് ടേക്ക് പ്ലേസ് ഇൻ കാഥോഡ്. കാഥോഡിലേക്ക് ഈ തന്നിരിക്കുന്ന 2 ഇലക്ട്രോണും ഇതിൽ നിന്ന് വന്നിരിക്കുന്ന Cu2+ കൂടി മിക്സ് ചെയ്തിട്ട് Cu ആയിട്ട് എവിടെ ഫോം ചെയ്യും? ഈ പറഞ്ഞിരിക്കുന്ന കാഥോഡില് ഈ പറഞ്ഞിരിക്കുന്ന പ്യുവേർഡ് കോപ്പർ ഫിക്സ് ചെയ്യും. ഇവിടെ എന്ത് ചെയ്യും? ഇമ്പ്യൂരിറ്റീസ് ആയിട്ടുള്ള അതർ മെറ്റൽ ഓക്സൈഡുകളായിട്ടുള്ള സബ്സ്റ്റൻസുകളും ഉണ്ടാവില്ല, അതുപോലെ നോൺ മെറ്റൽ സബ്സ്റ്റൻസുകളും ഉണ്ടാവില്ല, അതൊക്കെ താഴെ വന്നിട്ട് പതിക്കുകയും ചെയ്യും. ഓക്കെ, അപ്പൊ ഈ ക്ലിയർ ആണല്ലോ. അപ്പൊ ഇത് ചോദിക്കുന്നത് എന്താണ്? ഇതിൽ ഇലക്ട്രോലൈറ്റിക് സൊല്യൂഷൻ ആയിട്ട് ഉപയോഗിക്കുന്നത് എന്താണ്? അതായത് തന്നിരിക്കുന്നതിന്റെ കോപ്പറാണ് ഇവിടെ വെച്ചിരുന്നത്. അപ്പൊ അതിന്റെ എന്തായിരിക്കണം? സാൾട്ട് സൊല്യൂഷൻ ആയിരിക്കണം ഉപയോഗിക്കേണ്ടത്. ഒന്നെങ്കിലും മറ്റേത് H2SO4 ഓക്കെ, ഒന്നെങ്കിൽ അത് വേണം. പിന്നെ ഇതിന്റെ ഇലക്ട്രോലൈറ്റ് ഇതിലെ എന്താണ് കെമിക്കൽ റിയാക്ഷൻസ് എന്താണെന്ന് ചോദിക്കും. ആനോഡിന് കെമിക്കൽ റിയാക്ഷൻസ് എന്താണ്? ഇങ്ങനെയാണ്. Cu Cu2+ഉം 2 ഇലക്ട്രോൺ ആകും.
കാഥോഡിന്റെ കേസിൽ എന്താണ് കെമിക്കൽ റിയാക്ഷൻസ് ചോദിച്ചാൽ Cu2 + 2 ഇലക്ട്രോൺ ആയിട്ട് കോപ്പർ ആയിട്ട് അവിടെ ഫിക്സ് ചെയ്യും. അപ്പൊ ക്ലിയർ ആയല്ലോ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ എടുക്കുന്നത്. അടുത്ത ക്ലാസ്സിൽ വേറൊരു ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.